ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ നാരായണീയം ദശകം 65 ഗോപി സമാഗമം എന്നാണ് വായിച്ചുകൊണ്ടിരുന്നത്. 3 ശ്ലോകങ്ങൾ വായിച്ചു. അവസാനം നമ്മൾ എന്താ വായിച്ചത്? ഭഗവാൻ ഓടക്കുഴൽനാദം കേൾപ്പിച്ചപ്പോൾ ഈ ഗോപികമാരെല്ലാവരും വീടുകളിലുള്ള എന്തെല്ലാം ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു അതെല്ലാം കളഞ്ഞ് മതിമറന്ന് അവിടേക്ക് എവിടെ നാദം കേൾക്കുന്ന അവിടേക്ക് ഓടിയെത്തുകയാണ് ചെയ്യുന്നത്. അത്രമാത്രം ഭക്തിയിൽ ഇരിക്കുവാണ് ഈ സ്ത്രീകളെല്ലാവരും. കുട്ടികളെ പരിചരിച്ചിരുന്നവരാണെങ്കിൽ അത് നിർത്തിവെച്ചു, ഭർത്താവിനെ ശുശ്രൂഷിച്ചിരുന്നവരാണെങ്കിൽ അതും കളഞ്ഞു. എന്തിനേറെ പറയുന്നു, എല്ലാ ജോലിയും വിട്ട് കളഞ്ഞിട്ടാണ് ഭഗവാന്റെ അടുക്കലേക്ക് ഓടുക. എന്താ ഭക്തി, അത്രമാത്രം ഭക്തിയാണ്. ഭഗവാന്റെ ആ ഓടക്കുഴൽനാദം കേൾക്കുമ്പോൾ അവർ കാതോർത്ത് എവിടെയാണെന്ന് അറിഞ്ഞ് അത് മനസ്സിലാക്കി അവരെ കണ്ടുപിടിച്ചു ഭഗവാന്റെ അടുക്കലേക്ക് എത്താൻ. നമുക്ക് 4-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 4. കാച്ചിൽ നിജാംഗ പരിഭൂഷണം ആദധാന വേണുപ്രണാദ ഉപകർണ്യ കൃതാർത്ഥഭൂഷ ത്വാം ആഗതാനനു തഥൈവ വിഭൂഷിതാഭ്യ തായേവ സംരുചിരേ തവ ലോചനായ. കാച്ചിൽ നിജാംഗ പരിഭൂഷണമാദധാന വേണുപ്രണാദ ഉപകർണ്യ കൃതാർത്ഥഭൂഷ ത്വാം ആഗതാനനു തഥൈവ വിഭൂഷിതാഭ്യ തായേവ സംരുചിരേ തവ ലോചനായ. ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നു, ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ, അങ്ങയുടെ കുഴൽനാദം കേട്ടപ്പോൾ ചില ഗോപികമാർ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടിരിക്കെ അത് മുഴുവൻ ചാർത്താതെ, ചിലപ്പോൾ ഒരു കമ്മലിട്ടിട്ട് അടുത്ത കമ്മലിടാതെ, അല്ലെങ്കിൽ മാലയോ വളയോ ഒക്കെ ഇടാതെ, കുറച്ചൊക്കെ ഇട്ടും ഇടാതെയും, എന്താ അത്രമാത്രം മതിമറക്കും ഭഗവാനെന്ന് കേൾക്കുമ്പോൾ തന്നെ. ഭഗവാൻ ഓടക്കുഴൽനാദം എവിടെ നിന്ന് കേട്ടാലും ഭഗവാന്റെ ആ വിളി അതെന്തിനാ ഗോപികമാരെ പ്രത്യേകിച്ച് കേൾപ്പിക്കാൻ തന്നെയാണ് ഭഗവാൻ അത് വിളിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഓടിയെത്തും. ഇവരെന്ത് ചെയ്തുകൊണ്ടിരുന്നോ അതെല്ലാം കളഞ്ഞിട്ടാണ് പകുതി ആഭരണങ്ങൾ അണിഞ്ഞും അണിയാതെയും കയ്യിൽ കിട്ടിയവയും എടുത്തും കൊണ്ട്, എന്തൊക്കെ കയ്യിലുള്ളത് കിട്ടിയത് അതും എടുത്തുകൊണ്ട് ഒറ്റ പോക്കാണ്. പകുതി കളഞ്ഞിട്ട് പകുതി വീട്ടിൽ കിടക്കും, പകുതിയും കൊണ്ടങ്ങ് പോകും. കാരണം ഓർമ്മയില്ല. എന്താ കാരണം? മതിമറക്കുന്നു, അവരവരെ തന്നെ മറന്നു പോകുന്നു. ഭഗവാനെ തന്നെ ശരണം. ഭഗവാനെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓരോ ഭക്തന്മാരും ഇങ്ങനെയാണോ? എനിക്കും അങ്ങനെ തീർത്തും പറയാം. കാരണം ഞാൻ ഒരുപാട് ഇപ്പോഴും എന്തെങ്കിലും നമ്മൾ മറ്റു ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈശ്വരൻ്റെ ഒരു കാര്യം ചോദിച്ചാൽ എല്ലാം മറന്നു പോകുന്നു, അടുപ്പിരിക്കുന്നതെല്ലാം കരിക്കുടുക്കിയായി പോകുന്നു. ഇങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കണം, ഭഗവാനോടുള്ള ഭക്തി അത്രത്തോളം ഉള്ളതുകൊണ്ടാണ് നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുന്നു. ആഭരണങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ അതൊക്കെ അപ്പോഴേ ചിന്തിക്കാതെ അവിടേക്ക് വിട്ടുപിടിക്കുക, എവിടെ നാദം കേൾക്കുന്നത്, അങ്ങനെ അവിടേക്ക് അങ്ങ് ഓടുക ഈ ഭക്തജനങ്ങളായ ഈ ഗോപികമാർ. അതുകൊണ്ട് ചിലരാണെങ്കിലോ ചിലത് ചാർത്തിയ മുഴുവൻ അണിയാതെ പകുതി കമ്മലും ഇട്ട്, അല്ലെങ്കിൽ 5 വളയുണ്ടെങ്കിൽ അത് ഒന്നെങ്ങാണം ഇട്ടിട്ട് ബാക്കി അവിടെ അങ്ങ് കളഞ്ഞേക്കും. എവിടാന്ന് പോലും സൂക്ഷിച്ച് വെക്കാതെ തന്നെ അവർ ഓടും. അങ്ങനെ പകുതി ചാർത്തിയ മുഴുവൻ അണിയാതെ ഭഗവാന്റെ സമീപത്തേക്ക് ഓടി അണഞ്ഞു. അങ്ങയുടെ കണ്ണിനാകട്ടെ അണിഞ്ഞൊരുങ്ങി വന്നവരെക്കാൾ അർദ്ധവിഭൂഷിത ഗോപികളെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എല്ലാവരും ഫുള്ളും ചാർത്തിയും മൊത്തത്തിൽ എല്ലാം അണിഞ്ഞൊരുങ്ങി ചെന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ആരോടായിരുന്നു? പകുതി അണിഞ്ഞുകൊണ്ട് ചെന്നവരെയാണ്. കാരണം എന്താ? അവരിലാണ് മതിമറപ്പ് കൂടുതൽ. അതുകൊണ്ടാണെന്ന് ഭഗവാൻ അറിയാം. അപ്പോൾ ഭക്തി ആർക്കാ കൂടുതൽ? എല്ലാം അണിഞ്ഞൊരുങ്ങുന്നവർക്ക് അത്ര ഭക്തി ഇല്ല. അത് സത്യമായ കാര്യമാണ്, നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ മതിമറക്കുന്ന എന്താ? ഭഗവാനെന്ന് കേൾക്കുമ്പോൾ അത് ഭക്തി കൂടുതലുള്ളതുകൊണ്ടാണ്, ഭഗവാനുള്ള പ്രേമം കൂടുതലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയും
ഭക്തി കൂടുതലുള്ള മക്കൾ എന്ത് ചെയ്തു? പകുതി എടുത്തും കൊണ്ട് ഓടും, പകുതി ഇട്ടും ഓടും, ചിലത് വഴി കളയും. എന്താ ഇതിലങ്ങും വലിയ അർത്ഥമില്ല, ഭഗവാനാണ് സർവ്വതും എന്ന്. ഈ ആഭരണങ്ങളിലോ വേഷഭൂഷാദികളിലോ ഒന്നും തന്നെ അവർക്ക് താല്പര്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഈശ്വരൻ എന്ന് കേൾക്കുമ്പോൾ, കണ്ണൻ എന്ന് പറയുമ്പോൾ അവർ മതിമറന്ന് ഓടുന്നു. അപ്പോൾ ഭക്തി ആർക്കാ കൂടുതൽ? ഇങ്ങനെ പകുതി അണിഞ്ഞുകൊണ്ട് പോകുന്നവരല്ലേ മുത്തത്തിൽ ചെയ്ത് എല്ലാം ഒരുങ്ങി ചമഞ്ഞ് ചെല്ലുമ്പോൾ അവർ മതിമറന്നില്ലല്ലോ, അവരെല്ലാം ഇട്ടിട്ടാണല്ലോ ചെന്നത്. അപ്പോൾ ഭഗവാൻ ആരുടെ കൂടുതലിഷ്ടം? പകുതി അണിഞ്ഞും പകുതി ഇടാതെയൊക്കെ പോയവിടുത്തെ. ചിലപ്പം മേൽമുണ്ട് കാണത്തില്ല, മറയ്ക്കാൻ മറന്നുപോയി, ഇത് അതിനകത്തുണ്ട്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഇറങ്ങി തിരിച്ച് അങ്ങ് ചെല്ലും, അയ്യോ ഞാൻ മറച്ചില്ലല്ലോ, ഞാനത് ഓർത്തില്ലല്ലോ, അങ്ങനെ എല്ലാവരുടെയും കണ്ണിൽ പെടാതെ പിന്നെ നിൽക്കും. അത്രമാത്രം മതിമറന്ന് ഓടുക എന്നതാണ് ഭഗവാനോടുള്ള സ്നേഹവും ഭക്തിയും ഉള്ളവർക്ക്. നമുക്ക് 5-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 5. ഹാരം നിദംബഭൂവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാ ത്വാം ഹാരിത്വം ആത്മജഘനസ്യ മുകുന്ദതുഭ്യം വ്യക്തം ബഭാഷ ഇവ മുഗ്ധമുഖീ വിശേഷാൽ. ഹാരം നിദംബഭൂവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാ ത്വാം ഹാരിത്വം ആത്മജഘനസ്യ മുകുന്ദതുഭ്യം വ്യക്തം ബഭാഷ ഇവ മുഗ്ധമുഖീ വിശേഷാൽ. ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനെ കൃഷ്ണ എന്താ പറയാ? ഭഗവാനോട് പറയുന്നു, ഗുരുവായൂരപ്പ ആ കുഴൽനാദം കേട്ടിട്ട് ഭട്ടതിരിപ്പാട് പറയുക ഭഗവാനോട്, കൃഷ്ണ നാരായണ, ഭഗവാന്റെ ഓടക്കുഴൽനാദം കേട്ടിട്ട് തരുണിമാർ ചിലരെന്ത് ചെയ്തു? മാല അരയിലിട്ടു. അതായത് മാല എടുത്ത് അരഞ്ഞാണായിട്ടിട്ട്, അരഞ്ഞാണം എടുത്ത് കഴുത്തിൽ മാറി മാറി അണിഞ്ഞ് ഭഗവാന്റെ അടുത്തെത്തി. എന്നുവെച്ചാൽ അത്രമാത്രം ശ്രദ്ധ എന്തിലാണ്? ഭഗവാനോടാണ്. ഒരുത്തി തൻ്റെ നിതംബ പ്രദേശത്തിൻ്റെ പ്രത്യേകമായ ആകർഷണീയത അങ്ങയോട് വിളിച്ചോതുന്നുവോ എന്ന് തോന്നുമാറ് ഭഗവാന്റെ സമീപം അണഞ്ഞു. ഇങ്ങനെയാണ് ഓരോരുത്തരും അവരുടെ ചിലർ അവരുടെ സൗന്ദര്യത്തെപ്പറ്റി പിന്നെ ഭഗവാനെ കാണിക്കുന്ന രീതിയിലും, പിന്നെ മറ്റു ചിലർ ഇത് തിരിച്ചും പിരിച്ചും അരിഞ്ഞാണെടുത്ത് കഴുത്തേലിരുന്ന മാലെടുത്ത് അരിഞ്ഞാണുമായിട്ട് ഇട്ടുകൊണ്ട് അതെല്ലാം ഭഗവാനുള്ള ഭക്തിയാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഓരോരുത്തർ ഓരോ രീതിയാണല്ലോ. 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും 10 രീതിയാണ്. എല്ലാം ഇട്ടണിഞ്ഞ് ഭഗവാനെ കാണിക്കണം എന്നുള്ള രീതിയിൽ എല്ലാം അണിഞ്ഞുകൊണ്ട് ചെല്ലും. പക്ഷെ ഭഗവാൻ അവരോടേക്കാൾ ഇഷ്ടം പകുതി അണിഞ്ഞും അണിയാതെയും, എന്നുവെച്ചാൽ ഒന്നും ദേഹാഭിമാനം എന്നുള്ള ചിന്ത ഇല്ലാതെയാണ് അവരെല്ലാം ഓടുന്നത്. അതാണ് യഥാർത്ഥ ഭക്തി. അപ്പോൾ ഭഗവാൻ ആരുടെ കൂടുതൽ ഇഷ്ടം? ദേഹാഭിമാനം വെച്ചാൽ എന്തൊക്കെയാണ് ഇട്ടത് ഇടാത്തത് എന്താണ്, ഇതൊന്നും ചിന്തയേയില്ല. എല്ലാം ഭഗവാനുള്ള വെപ്രാളം. എനിക്ക് ഭഗവാൻ മതി, ഇതൊക്കെ അവിടെ കിടക്കട്ടെ, ഇതിലൊന്നും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഈ ലോക ജീവിതത്തിലേക്കുള്ള ആഭരണങ്ങളായാലും നല്ല വസ്ത്രം ഉടുക്കണമെന്നോ ഒന്നുമില്ല, മറയ്ക്കണമെന്ന് തോന്നത്തില്ല. എങ്ങനെ നിൽക്കുന്നോ നിന്ന നിലപ്പിലങ്ങ് ഓടിയേക്കുക, അവിടെ പിന്നെ വെല്ലും ബ്രേക്കൊന്നുമില്ല. അതാണ് ഭഗവാനുള്ള ഭക്തി എന്നാണ് ഞാനും കാണുന്നത്. നമുക്ക് അപ്പോഴും ഇതിലൊന്നും നോട്ടം വരത്തില്ല. എല്ലാം ഈശ്വരനുള്ള ചിന്ത വരുമ്പോൾ നമ്മൾ എന്താ ഇട്ടേക്കുന്നത്, ഇത് കുറഞ്ഞതാണോ കൂടിയതാണോ, അത് മലിനം അഴുക്കുണ്ടോ, മാലയൊക്കെ എടുത്ത് ഇടണോ, ഒന്നും വേണ്ട. ഇട്ടതും ഇട്ടുകൊണ്ട് ഒറ്റ പോക്കാണ് ഭഗവാൻ അടുക്കലേക്ക്. അതാണ് നമുക്ക് ഒരു പ്രാർത്ഥനാലയത്തിൽ തന്നെ ഞാൻ പോയൊരു പോക്ക് എനിക്കിന്നും ഓർമ്മയുണ്ട്. എനിക്ക് അവിടെ അച്ഛനങ്ങ് എല്ലാവരും കാണാനായിട്ട് വരിവരിയായി നിൽക്കുക. അച്ഛനെ കാണാൻ, പള്ളിയിൽ അച്ഛനെ കാണാൻ, അത്രമാത്രമാണ് അച്ഛനോടുള്ള അത്ര ഒരു സന്യാസിയാണ്. എനിക്ക് ഇതൊന്നും അല്ല താല്പര്യം. എനിക്ക് അവിടുത്തെ പ്രാർത്ഥനാലയത്തിൽ കയറിയിരുന്നങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. എന്തൊരു ആരാധനയാണ്. അപ്പോൾ ഇതെല്ലാം അങ്ങ് മറന്നു പോയിട്ട് നമുക്കൊന്നും തന്നെ അച്ഛനോട് പറയാനില്ല. ഇത് കേൾക്കാനുള്ളൊരു വെപ്രാളത്തിലാണ് ഓടിയ ഓട്ടം. അങ്ങനെയാണ് പലർക്കും പല രീതിയാണ്. എല്ലാവർക്കും ഇത് മനസ്സിലാകുമ്പോൾ ഇത് ശരിയാണ്, ഭക്തി ഇങ്ങനെയാണ്. അങ്ങനെ നമുക്ക് തന്നെ അടുപ്പിൽ എന്തെങ്കിലും ഇരുന്നാൽ അത് മൊത്തം കരിഞ്ഞ് ഇല്ലാമാരും നമ്മൾ ഓർമ്മിക്കത്തില്ല. ഭഗവാൻ കഥകൾ കേട്ടുകൊണ്ടിരുന്നാൽ നമ്മൾ ഇപ്പം അങ്ങ് ചെന്ന് നോക്കാം. നമുക്ക് അല്പനേരം ഭഗവാന്റെ കീർത്തനങ്ങളൊന്ന് ചൊല്ലുകയോ വായിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റെല്ലാം മറന്നുപോയിട്ട് അവിടെ നിന്ന് കരഞ്ഞും കണ്ണുനീരൊഴുക്കിയും ഭഗവാനുള്ള പ്രേമമൊക്കെ, അങ്ങനെയാണ് നമ്മുടെ എല്ലാ ഭക്തന്മാരുടെയും രീതി. നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.